ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആണ്. പീരിയോഡിക് ടേബിൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വാട്ട് ഇസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇന്റർവൽ ആർ കോൾഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്കറിയാം പീരിയോഡിക് ടേബിളിലൊക്കെ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ആ പ്രോപ്പർട്ടീസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതായത് അവയ്ക്കൊരു ട്രെൻഡ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോപോസിറ്റിവിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെയാണ് ഈ ഒരു പീരിയോഡിക് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ. ഫസ്റ്റ് വൺ ഈസ് അറ്റോമിക് റേഡിയസ്. It's defined as distance from center of nucleus to outermost shell having electrons. Atomic radius of individual atoms cannot be determined. അപ്പോൾ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യണേ. ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടെന്ന് നമുക്കറിയാം. ആൻഡ് ഇലക്ട്രോൺസ് വെയർ ഓക്യുപ്പൈങ് അറ്റ് ഷെൽസ്. ഓരോ ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് മുതൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ദിസ് ഇസ് ന്യൂക്ലിയസ്, ഇവിടെ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതായത് നമ്മളിപ്പോൾ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. സർക്കിൾ കുറച്ച് വളഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഔട്ടർമോസ്റ്റ് പൊസിഷനിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ്. അതുപോലെ തന്നെ ഒരു ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് എവിടെയാണോ ഉള്ളത് ആ ഷെല്ലിലേക്ക് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അറ്റോമിക് റേഡിയസ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്കറിയാം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസ് അതിന്റെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ മാത്രമാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിന്റെ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മറ്റു പല റേഡിയസുകളിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് കോവാലന്റ് റേഡിയസ്. കോവാലന്റ് ബോണ്ട് എന്താണെന്ന് അറിയാം. കോവാലന്റ് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റംസ്. രണ്ട് കോവാലന്റ്ലി ബോണ്ടഡ് ആറ്റംസ്, ഇപ്പോൾ Cl2 രണ്ട് ക്ലോറിൻ ആറ്റംസ് കോവാലന്റ്ലി ബോണ്ട് ചെയ്തിരിക്കുകയാണ്. അയണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്കറിയാം. ഇതെല്ലാം ഒരു സർക്കിൾ ആണ് കേട്ടോ. അപ്പോൾ കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള രണ്ട് ആറ്റംസ് ഉണ്ടെങ്കിൽ അവയുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ്, അതായത് ഇതാണല്ലോ അവയുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, രണ്ട് ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിന്റെ ഹാഫ് ആയിരിക്കും കോവാലന്റ് റേഡിയസ്. കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റംസിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും കോവാലന്റ് റേഡിയസ്. അറ്റോമിക് റേഡിയസ് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ വഴി റേഡിയസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോവാലന്റ്ലി ബോണ്ടഡ് സിംഗിൾ ബോണ്ടഡ് ആറ്റംസിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും കോവാലന്റ് റേഡിയസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് അറ്റോമിക് റേഡിയസ് ഓഫ് നോൺ മെറ്റൽ ആറ്റംസ്. അതായത് ക്ലോറിന്റെ 198 പൈക്കോമീറ്റർ ആണ് ഈ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോവാലന്റ് റേഡിയസ് ഈ ഒരു 198 പൈക്കോമീറ്റർ ആണ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുകൊണ്ട് അതിന്റെ പകുതി 99 പൈക്കോമീറ്റർ ആയിരിക്കും ക്ലോറിന്റെ കോവാലന്റ് റേഡിയസ്. ഓക്കെ, അടുത്തത് മെറ്റാലിക് റേഡിയസ്. മെറ്റാലിക് റേഡിയസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ട് മെറ്റാലിക് ആയിട്ടുള്ള അയോൺസ്, ഒരു മെറ്റൽ ക്രിസ്റ്റൽ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മെറ്റാലിക് അയോൺസ് ആണ് അതിലുള്ളത്. സോഡിയം ഒക്കെ പോലുള്ള മെറ്റൽസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റൽസിന്റെ ഇവ ബോണ്ടിങ്ങിലായിരിക്കും, തൊട്ടടുത്തടുത്തായിരിക്കും. ഇവയുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും മെറ്റാലിക് റേഡിയസ്. കോവാലന്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ കോവാലന്റ് ബോണ്ടിലുള്ള ആറ്റംസിന്റെ കേസ്. ഇനി മെറ്റാലിക് അയോൺസിന്റെ കേസിലാണെങ്കിൽ മെറ്റാലിക് റേഡിയസ്. ദ നെക്സ്റ്റ് ഇസ് വാൻ ഡെർ വാൾസ് റേഡിയസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോൺ ബോണ്ടഡ് ആറ്റംസ് ഓഫ് സെപ്പറേറ്റ് മോളിക്യൂൾസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ആറ്റംസ് ബോണ്ട് ചെയ്തിട്ടൊന്നുമില്ല, സെപ്പറേറ്റ് മോളിക്യൂൾസിന്റെ ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ അവ തമ്മിൽ പ്രത്യേകിച്ച് ബോണ്ട് ഒന്നുമില്ല. അപ്പോൾ ഇവയുടെ ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ. ഇത് തമ്മിൽ ബോണ്ട് ഒന്നുമില്ല കേട്ടോ, ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് ആണ്. ഇവയുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുത്തിട്ടാണ് വാൻ ഡെർ വാൾസ് റേഡിയസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള അറ്റോമിക് റേഡിയസിന് പകരം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റാലിക് റേഡിയസ്, വാൻ ഡെർ വാൾസ് റേഡിയസ്, കോവാലന്റ് റേഡിയസ് ഒക്കെ. ഓക്കെ, ഇനി അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അറ്റോമിക് സൈസിന്റെ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ്. ദിസ് ഇസ് ബിക്കോസ് ഒരു പീരിയഡിൽ അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ആറ്റത്തിന്റെ സൈസ് താഴേക്ക് ഇൻക്രീസ് ചെയ്ത് വരുന്നു. അതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഈ ഒരു ആരോ വെച്ചിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഓർഡറാണ് കാണിക്കുന്നതെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് അറ്റോമിക് റേഡിയസിന്റെ ആ ഒരു
വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിന്റെ പീരീഡ്. അതിന് കാരണം എന്താണ്? ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു സെയിം വാലൻസ് ഷെൽ. ഇനി നമ്പർ ഓഫ് ഷെൽസ് റിമെയിൻ സെയിം ബട്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഒരു ഗിവൺ പീരീഡിൽ ആൽക്കലി മെറ്റൽസിനാണ് മാക്സിമം സൈസ്, ഹാലജൻസിനാണ് മിനിമം സൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പല ആറ്റംസ് ഈ രീതിയിൽ കൺസിഡർ ചെയ്താൽ ആറ്റത്തിന്റെ ഷെല്ലിൽ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, ഒരു ഷെല്ലാണുള്ളതെങ്കിൽ അടുത്ത് വരുന്ന എല്ലാ ആറ്റത്തിന്റെ കേസിൽ ആ ഒരു പീരീഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെല്ല് സെയിം ആയിരിക്കും. എന്താണ് വ്യത്യാസപ്പെടുന്നത്? ഇവയുടെ ന്യൂക്ലിയസിന്റെ ചാർജ് വ്യത്യാസപ്പെടുന്നുണ്ട്. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണ്? ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള അവരുടെ ആ ഒരു പവർ കൂടും. അപ്പൊ ഇലക്ട്രോൺസിനെ മാക്സിമം വലിച്ചു പിടിച്ചിരിക്കുകയാണ്. ഷെല്ലിന്റെ എണ്ണവും സെയിം ആണ്. അങ്ങനെയുള്ള കേസിൽ എന്ത് സംഭവിക്കും? ആറ്റം മാക്സിമം ചുരുങ്ങിയിരിക്കും. അതായത് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞിരിക്കും. അതായത് നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ പേരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവര് അവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുമല്ലേ, പുറത്തേക്ക് വിടില്ല പേരൻസ് അങ്ങനെയാണെങ്കിൽ. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോൺസിനെ അധികം പുറത്തേക്കൊന്നും വിടാതെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് ഹയർ ന്യൂക്ലിയർ ചാർജ് ഉള്ള കേസിൽ എങ്ങനെയായിരിക്കും? ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച്, അതായത് സ്ട്രിക്ട്നെസ് കൂടുന്നതിനനുസരിച്ച് ആറ്റംസ് കൂടുതൽ ഒരു അച്ചടക്കത്തിൽ നിൽക്കും. അതുപോലെ തന്നെ ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഈ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും. കാരണം എന്താണ്? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. ഓക്കെ, ഇപ്പൊ 2 ഷെല്ലാണുള്ളതെങ്കിൽ മൊത്തത്തിൽ 2 ഷെല്ല് തന്നെയായിരിക്കും ഈ ഒരു പീരീഡിൽ മൊത്തത്തിലുള്ളത്. ഓക്കെ, അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, ഷെല്ലിന്റെ എണ്ണം സെയിം ആണ്. ഇനി എന്താ വ്യത്യാസം? ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കുന്നു. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ആറ്റത്തെ കൂടുതൽ അട്രാക്ട് ചെയ്ത് പിടിക്കുന്നു. ഇനി ഒരു ഗ്രൂപ്പിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഹൈഡ്രജൻ ടു ഫ്രാൻസിയം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഹൈഡ്രജന്റെ കേസിൽ ഒറ്റ ഷെല്ലേ ഉള്ളൂ, 1s1 ആണ്. ലിഥിയം വരുമ്പോൾ അത് വീണ്ടും 2s1 ആവും, 3s1 ആവും. അതായത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇവിടെ ഒറ്റ ഷെല്ലേ ഉള്ളൂ, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒറ്റ ഷെല്ലുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ്? 2 ഷെല്ലുകളുണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും 2 ഷെല്ലുണ്ട്. സൈസ് കൂടിയില്ലേ? ഇനി താഴേക്ക് വരുന്നതോറും വീണ്ടും 3s1. ഷെല്ലിന്റെ എണ്ണം കൂടുന്നുണ്ട്. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആറ്റത്തിന്റെ വലുപ്പം കൂടി വരും. ഓക്കെ, ന്യൂക്ലിയസിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഷെല്ലിന്റെ വലുപ്പം അല്ലാതെ കൂടുന്നത് കൊണ്ട് ഈ ആറ്റത്തിന്റെ സൈസും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും ഫ്രം ടോപ്പ് ടു ബോട്ടം. ആ ഒരു ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീരിയോഡിക് പ്രോപ്പർട്ടീസും ഇത് വെച്ച് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ ആറ്റത്തിന്റെ സൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം പ്രത്യേകം ഓർത്തിരിക്കുക. പീരിയോഡിക് ടേബിളിൽ ഒരു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ, ഇവിടെ ഷെല്ലുകൾ 2, 3, 4 ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ ഈ ഇവിടെ പീരീഡിൽ അങ്ങനെ കൂടുന്നുണ്ടോ? ഇല്ല. ഷെല്ല് ഒരു ഷെല്ലാണുള്ളതെങ്കിൽ ഇങ്ങ് അറ്റം വരെ ഒരു പീരീഡിൽ ഒരു ഷെല്ലായിരിക്കും. അടുത്തല്ലേ 2 ഷെല്ലാണുള്ളതെങ്കിൽ 2 ഷെല്ല് തന്നെ ആയിരിക്കും അറ്റം വരെ. അതായത് അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ കൂടുന്നുള്ളൂ, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സൈസും കൂടില്ല. പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്? സൈസ് കുറയാനുള്ള കാരണം എന്താണ്? ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ അവർ കൂടുതൽ അട്രാക്ട് ചെയ്ത് നിർത്തും. അതുകൊണ്ട് പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും, കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ജനറൽ ട്രെൻഡ്. ഇനി നമ്പർ ഓഫ് ഷെൽസ് റിമെയിൻ സെയിം ബട്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഒരു പീരീഡിന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗിവൺ പീരീഡിൽ ആൽക്കലി മെറ്റൽസിനാണ് മാക്സിമം സൈസ് ഉള്ളത്, ഹാലജൻസിനാണ് മിനിമം സൈസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും സൈസ് കൂടിയത് ആരായിരിക്കും? ഈ ആൽക്കലി മെറ്റൽസ് ആയിരിക്കും ഇവര്, അല്ലെ? ഇങ്ങോട്ട് പോകുന്തോറും നമ്മുടെ ഹാലജൻസിന്റെ കേസിൽ വരുമ്പോഴാണ് ഏറ്റവും ചെറിയ ആറ്റംസ് ഉള്ളത്. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. ഇനി ഒരു ഗ്രൂപ്പിന്റെ കേസിൽ എങ്ങനെയാണ്? അറ്റോമിക് റേഡിയസ്. അപ്പൊ അറ്റോമിക് റേഡിയസ് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു നമ്മൾ ആറ്റത്തിന്റെ സൈസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രൂപ്പില് അറ്റോമിക് റേഡിയസ് ടോപ്പ് ടു ബോട്ടം കൂടി വരുന്നു. കാരണം എന്താണ്? ഇൻക്രീസിങ് നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഷീൽഡിംഗ് എഫക്ട്. ഷീൽഡിംഗ് എഫക്റ്റും ഇതിനൊരു കാരണമാണ്. ഷെല്ലുകളുടെ എണ്ണം മേളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഒരു ഷെല്ലുള്ളത് 2 ഷെല്ലാവുന്നു, 3 ഷെല്ലാവുന്നു. അതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസും കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഷീൽഡിംഗ് എഫക്റ്റും ഉണ്ട്. എന്താണ് ഷീൽഡിംഗ് എഫക്റ്റ്? In atoms with a higher atomic number, inner electrons partially shield attractive force of nucleus, so outer electrons do not experience full attraction. അപ്പോൾ ഈ ആറ്റത്തിന്റെ സൈസ് എപ്പോഴും കുറഞ്ഞിരിക്കുന്ന എപ്പോഴാണ്? ന്യൂക്ലിയസ് മാക്സിമം ചാർജിൽ മാക്സിമം സ്ട്രിക്റ്റ് ആയിട്ട് ഇലക്ട്രോൺസിനെ പിടിക്കുമ്പോൾ നമ്മുടെ എങ്ങനെയായിരിക്കും? ഈ ഇലക്ട്രോൺസിന്റെ ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിന് മാക്സിമം അട്രാക്ഷൻ വരും. ഓക്കെ, ഇനി അപ്പോൾ ഈ ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തന്നെ ന്യൂക്ലിയസിന് അത്രയൊന്നും അട്രാക്ട് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ എന്താണ്? ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ഇച്ചിരി കുറച്ച് സൈസ് കൂടിയ ആറ്റത്തിന്റെ കേസിൽ ഈ ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ചാർജിനെ മറച്ചു പിടിക്കും.
അതായത് മൊത്തം പുറത്തേക്ക് ന്യൂക്ലിയസിന്റെ ചാർജ് പോവാതെ ആ ഒരു ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ചാർജിനെ മറച്ചു പിടിച്ചിരിക്കുക, മുഴുവൻ ചാർജും പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ അത്രയും കൂടി അട്രാക്ഷൻ കിട്ടുമോ? കിട്ടില്ല. അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് കുറച്ചുകൂടി ഫ്രീ ആവും, അതായത് ആറ്റത്തിന്റെ സൈസ് കൂടി വരും. അപ്പൊ ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് കൂടാനുള്ള കാരണങ്ങൾ ഒന്ന് നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ട്. എന്താണ് ഷീൽഡിംഗ് എഫക്റ്റ്? ഹയർ അറ്റോമിക് നമ്പർ ഉള്ള ആറ്റത്തിന്റെ കേസിൽ ഇന്നർ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന്റെ ചാർജിനെ മറച്ചു പിടിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ വലിയൊരു ക്ലാസ് കൺസിഡർ ചെയ്താൽ ഫ്രണ്ടിലുള്ളവര് ഇങ്ങനെ പുറകിലുള്ളവരെ അധ്യാപകരോട്ട് ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത പോലെ ഇങ്ങനെ ഷീൽഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പുറകിലുള്ളവരെ ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ പറ്റില്ല, വലിയ ക്ലാസ് ആണെങ്കിൽ. അങ്ങനത്തെ കേസിൽ എന്ത് സംഭവിക്കും? പുറകിലിരിക്കുന്നവർ ഉഴപ്പും. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രോൺസ് ഉഴപ്പും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് നമ്മുടെ ആറ്റം വലുതായി പോകും. അതാണ് അറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിലും പീരീഡിലും ഉള്ള ആ ഒരു വ്യത്യാസം. ഓക്കെ, ഇനി നോബൽ ഗ്യാസിന്റെ കേസിൽ അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ്? ലാർജർ ദാൻ ദാറ്റ് ഓഫ് ഹാലജൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു അറ്റോമിക് റേഡിയസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ കുറഞ്ഞു വരുന്നു, ഫ്ലൂറിൻ വരെ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു 17 ഗ്രൂപ്പ് വരെ കുറഞ്ഞു വരുന്നു. ഈ ഒരു നോബൽ ഗ്യാസസിന്റെ കേസിൽ അറ്റോമിക് റേഡിയസ് കുറച്ച് കൂടുതലായിരിക്കും. ഏതിനേക്കാളും? ഹാലജൻസിനേക്കാളും. 17ാം ഗ്രൂപ്പിനേക്കാളും കൂടുതലായിരിക്കും 18ാം ഗ്രൂപ്പിന്. കാരണം എന്താണ്? നോബൽ ഗ്യാസസ് ആർ mono atomic, so van der Waals radius is used to express atomic radius which is greater than covalent radius or metal radius. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നോബൽ ഗ്യാസസിന് അറ്റോമിക് റേഡിയസ് കൂടാൻ കാരണം? നോബൽ ഗ്യാസസ് മോണോ അറ്റോമിക് ആണ്. ഓക്കെ, അവര് ഈ ആറ്റംസ് കൂടി ചേർന്ന്, ഇപ്പൊ ക്ലോറിനൊക്കെ കേസിൽ ക്ലോറിനും കൂടി ചേർന്ന് ക്ലോറിൻ മോളിക്യൂൾ ആയിട്ടായിരിക്കുന്നത് അല്ലേ? അപ്പൊ ഓക്സിജന്റെ കേസിലും അങ്ങനെ തന്നെ, ഓക്സിജൻ മോളിക്യൂൾ. പക്ഷേ ഇവര് ഹാലജൻസ് അങ്ങനെ, നമ്മുടെ നോബൽ ഗ്യാസസ് അങ്ങനെയാണോ? അല്ല, അവ മോണോ അറ്റോമിക് ആണ്. അതുകൊണ്ട് അവയ്ക്ക് കുറച്ച് അറ്റോമിക് റേഡിയസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ കേസിൽ ഏത് റേഡിയസ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ കോവാലന്റ് റേഡിയസോ അയോണിക് റേഡിയസോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവർ കോവാലന്റ് ബോണ്ടോ അയോണിക് ബോണ്ടോ ഒന്നും ഫോം ചെയ്യുന്നില്ല. പിന്നെ ഏത് റേഡിയസ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് അറ്റോമിക് റേഡിയസ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ കോവാലന്റ് റേഡിയസ് അല്ലെങ്കിൽ മെറ്റാലിക് റേഡിയസ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ്? പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 18 എലമെന്റ്സിന് കുറച്ച് സൈസ് കൂടുതലാണ്, കാരണം ഇവർ മോണോ അറ്റോമിക് ആണ്, ഇവർ പ്രത്യേകിച്ച് ബോണ്ടൊന്നും ഫോം ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ മുമ്പ് പറഞ്ഞ അയോണിക് റേഡിയസോ കോവാലന്റ് റേഡിയസോ ഒന്നും നമ്മുടെ ഈ ഗ്രൂപ്പ് 18 നോബൽ ഗ്യാസസിന്റെ കേസിൽ ആപ്ലിക്കബിൾ അല്ല. പിന്നെ ഏതേ ഉള്ളൂ? ബോണ്ടിങ്ങിൽ ഒന്നും പങ്കെടുക്കാത്ത മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ആറ്റംസിന്റെ കേസിലുള്ള വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. വാൻ ഡെർ വാൾസ് റേഡിയസ് കോവാലന്റ് റേഡിയസിനേക്കാളും അയോണിക് റേഡിയസിനേക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. ദാറ്റ് ഇസ് ദ റീസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്? നമ്മൾ അറ്റോമിക് റേഡിയസ് എന്താണെന്ന് പഠിച്ചു. ഇനി ഒരു സർക്കിളിന്റെ റേഡിയസ് പോലെ തന്നെയാണ് അറ്റോമിക് റേഡിയസ് നമ്മൾ കണ്ടു. പക്ഷെ ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അയോണിക് റേഡിയസ്, മെറ്റാലിക് റേഡിയസ് അല്ലെങ്കിൽ കോവാലന്റ് റേഡിയസ് എന്നുള്ള രീതിയിലാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇനി ബോണ്ടിങ്ങിലൊന്നും ഇല്ലാത്ത മോളിക്യൂൾസിന്റെ കേസിൽ ഏത് ബോണ്ടിങ് ആണ്? നമ്മൾ വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു പീരിയോഡിക് ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ അറ്റോമിക് സൈസ് എങ്ങനെയാണ്? ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും സൈസ് കൂടുന്നു, കാരണം ഷെല്ലിന്റെ എണ്ണം കൂടുന്നു, ഷീൽഡിംഗ് എഫക്റ്റ് കൂടുന്നു. ഇനി ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഹൈഡ്രജനിൽ നിന്ന് നമ്മുടെ ഫ്ലൂറിനിലേക്കോ ഹീലിയത്തിലേക്കോ എത്തുമ്പോൾ സൈസ് കുറഞ്ഞു വരുന്നു. കാരണം എന്താണ്? ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല അവിടെ. അതുപോലെ തന്നെ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ട്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ.